ആര്യ രാജേന്ദ്രൻ 21 വയസ്സിൽ മേയറായ വ്യക്തിയാണ്. ഇതുപോലെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായ ഒരു കോൺഗ്രസ് നേതാവ് ജയലക്ഷ്മി എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ വയനാട് നിന്ന് ജയിച്ചു വന്നു. അവർ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വളരെ പ്രായം കുറഞ്ഞ ഒരു വനിതാ മന്ത്രിയായിരുന്നു. പക്ഷേ അവരെ നമ്മൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ രാഷ്ട്രീയ ഭാവിയൊന്നും ഇല്ലാത്ത രീതിയിൽ അവരൊക്കെ പോയി. ചെറുപ്പക്കാരെല്ലാം ഇതുപോലെ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മ കൊണ്ട് അവർ പെടും. ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പെട്ട് ആര്യ രാജേന്ദ്രൻ്റെ ഭാവിയാണ് ഇല്ലാതായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ പക്വതയുള്ളൊരു മേയർ ആയിരുന്നെങ്കിൽ തൻ്റെ ഓഫീസിലെ സ്റ്റാഫിനെ അയച്ചൊന്നും ഈ കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു. ഇവിടെ മുട്ടടയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിലെ വൈഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു. അവർക്ക് 24 വയസ്സാണ്. കോൺഗ്രസിലെ തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ്. CPM അതിനേക്കാൾ പ്രായം കുറഞ്ഞ് 21 വയസ്സുകാരി തച്ചോട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന വാർഡിലുണ്ട് CPM. പക്ഷേ എല്ലാം കണക്കാക്കിയാൽ CPM കാരിയാണ് പ്രായം കുറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ കണക്കാക്കിയാൽ 24 വയസ്സുള്ള KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റോ നേതാവൊക്കെ ആയിട്ടുള്ള വൈഷ്ണയാണ് മുട്ടടയിൽ മത്സരിച്ചത്. പക്ഷേ വൈഷ്ണ മുട്ടടയിൽ മത്സരിക്കുമ്പോൾ മുട്ടടയിൽ അവർക്കൊരു കുടുംബ വീടുണ്ട്. ആ കുടുംബ വീട് വിറ്റു. അതിൻ്റെ ചെറിയ പാർട്ട് എന്തേ ഉള്ളൂ. അവിടെ വെച്ചിട്ടാണ് അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എല്ലാം അവിടെ വെച്ചിട്ടാണ്. പക്ഷേ അവരിപ്പോൾ താമസിക്കുന്നത് കുറച്ചുകൂടി അപ്പുറത്തുള്ള ഒരു 4-5 വാർഡ് കൂടി കഴിഞ്ഞിട്ടുള്ള അമ്പലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവർ പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റ് അവരുടെ തിരഞ്ഞെടുപ്പ് സജീവമായി വന്നപ്പോൾ, അവർ കാൻഡിഡേറ്റ്ഷിപ്പ് വന്നപ്പോൾ CPM ഒന്ന് ഞെട്ടി എന്നാണ് പറയുന്നത്. ഇത് ജയിക്കുമോ എന്നുള്ള സംശയം CPM വന്നു. അങ്ങനെയാണ് CPM ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചു ആണ് രംഗത്ത് വന്നത്. ഒരു CPM തന്നെ ഒരു മെമ്പർ കൊണ്ടുകൊണ്ട് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തത് വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് താമസം മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ വോട്ട് പറ്റത്തില്ല, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് മാറ്റണം. ഓക്കെ, അത്രയെല്ലാം ഓക്കെയാണ്. ആർക്കും പേര് കൊടുക്കാം, പരാതി കൊടുക്കാം. എന്തിനാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നേമത്തോ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലോ മത്സരിക്കാൻ നിൽക്കുന്ന ആര്യ രാജേന്ദ്രൻ, പാവപ്പെട്ട കുട്ടി എന്ന് തന്നെ പറയും, 25 വയസ്സല്ലേ ഉള്ളൂ, 26 വയസ്സ്, അവർ എന്തിനാണ് ഇതിനെ കൊണ്ട് തലവെച്ച് കൊടുത്തത്? ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രൻ്റെ അസംബ്ലി സീറ്റിനെ വെട്ടണം, ആര്യ രാജേന്ദ്രൻ അങ്ങനെ വളർന്നു വരാൻ പാടില്ല എന്ന് വിചാരിച്ച CPMലെ തിരുവനന്തപുരത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയായി ആര്യ മാറിയിട്ടുണ്ട്. കാരണം ആര്യ രാജേന്ദ്രനെ വിളിച്ച് പറഞ്ഞു, പാർട്ടി ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട ആരൊക്കെ വിളിച്ച് പറഞ്ഞു അടിയന്തരമായിട്ട് അവിടെ സ്റ്റാഫിനെ അയക്കാൻ. എന്നാൽ ആര്യയ്ക്ക് ബുദ്ധിയില്ല, പാവം. അത് ആരെങ്കിലും വേറെ ആരെങ്കിലും അയക്കണ്ടേ? അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫിനെയും വേറെ ആളെയും കൂട്ടി അയച്ച് ഇലക്ഷൻ കമ്മീഷനല്ലേ ഇതിനകത്തൊക്കെ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഓഫീസർമാരല്ലേ നോക്കേണ്ടത്, അല്ലെങ്കിൽ സെക്രട്ടറി അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഈ സെക്രട്ടറി നേരിട്ട് പോയിട്ടൊക്കെ അല്ലേ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇലക്ട്രൽ ഓഫീസർമാരല്ലേ അല്ലെങ്കിൽ BLOമാരല്ലേ പോയി അന്വേഷിക്കേണ്ടത്? ആര്യ രാജേന്ദ്രൻ്റെ സ്റ്റാഫിന് എന്താണ് ഇതിനകത്ത് കാര്യം? അവർ പോയി അന്വേഷിച്ചു. പക്ഷേ അന്വേഷിച്ചിട്ട് വേറൊരു തമാശ നടന്നത്, ഇത് വീഡിയോ എടുത്തിരിക്കുന്നു. ആരാണ് വീഡിയോ എടുത്തത്? ചെന്നത് ആരുടെ വീട്ടിലാണ്? CPMുമായി ബന്ധപ്പെട്ടൊരു വീട്ടിലും പോയിരിക്കുന്നു, അതിൻ്റെ നേതാക്കളുമുണ്ട്. ആരാണിത് വീഡിയോ? ഇത് വളരെ പ്ലാൻഡാണ്. പാവപ്പെട്ട ആര്യ രാജേന്ദ്രനെ കുടുക്കി രാഷ്ട്രീയ രക്തസാക്ഷിയായി മാറ്റുവാൻ, അവർ ഇവിടെ മത്സരിക്കണേ തോറ്റു പോകാനായിട്ടുള്ള എല്ലാ പണിയും അവർക്ക് പണിയാനായിട്ടുള്ള രീതിയിൽ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ വീഡിയോ ചാനലുകളിൽ വരുന്നു. തീർച്ചയായിട്ടും ആര്യയ്ക്ക് കൊടുത്ത ഒരു 8ൻ്റെ പണിയാണ്. ഇതാണ് രാഷ്ട്രീയം. ആര്യയെപ്പോലുള്ള ചെറുപ്പക്കാർ പഠിക്കേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചക്കളത്തി പോരാട്ടം പോലുള്ളൊരു ഏരിയ കൂടെയാണ്. അതൊരു ചതുരംഗ കളിയാണ്. ആരാണോ കരുക്കൾ നിൽക്കുന്നത് അവർ ജയിക്കും. എന്തായാലും ആര്യ രാജേന്ദ്രന് പണി കൊടുത്തത് പുറത്തുനിന്ന് ആരുമല്ല, അകത്തുനിന്ന് തന്നെയാണ്. അവർ കൊടുത്ത പണി 8ൻ്റെ പണിയാണ്. ഈ വനിത എവിടെയെങ്കിലും നിന്ന് ജയിക്കുകയാണെങ്കിൽ അവരുടെ ഇമേജ് തകർക്കണം എന്നുള്ള വലിയ ഒരു രീതിയിലാണ് ആര്യ രാജേന്ദ്രൻ. ഇനിയിപ്പോൾ ഇത് കേസാവുകയും ഒക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ നിഴലായിരിക്കും വീഴുന്നത്.